ഈ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അവരല്ലാത്തവർക്കൊക്കെ ഇപ്പോൾ ദിൽന ഐഷത്തുൽ ആദ്യം വന്നെങ്കിൽ പോലും ദിൽന എങ്ങനെയുണ്ട് ഈ ആങ്കറിംഗ് ആണോ റിപ്പോർട്ടിംഗ് ആണോ രസമായി തോന്നുന്നത്? എനിക്ക് റിപ്പോർട്ടിംഗ് ആണ് രസമായി തോന്നുന്നത്. കാരണം ഫീൽഡ് പോലെ ഇന്നലെ പോയപ്പോ നല്ല രസം തോന്നി. നല്ല രസം എല്ലാവരുടെ അടുത്തും പോയി സംസാരിച്ച് നോക്കാൻ. ലൈവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആണ് ആൾക്കാരുടെ അടുത്ത് നേരിട്ട് പോകുമ്പോ. പക്ഷെ ഫ്ലോറിൽ കയറി നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു അയ്യോ നമ്മളെന്തോ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാണ് പലതിനെയും എന്നുള്ളൊരു സാധനം വരാറുണ്ട്. അപ്പൊ ഇന്നലെ ഉത്രാടപ്പാച്ചിലിന് പോയപ്പോഴൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഹാൻഡിൽ ചെയ്യും, കുഴപ്പമില്ലാത്ത രീതിയിൽ. സോഫ്റ്റ് വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സുഖം ഔട്ട്ഡോർ പോയിട്ട് ചെയ്യാനാണ്. ദിൽന നമുക്ക് വേണ്ടി ഇപ്പൊ ഈ ഫ്ലോറിൽ ആങ്കർ ചെയ്യും കേട്ടോ. ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ദിൽന വാർത്ത വായിക്കാൻ പോവുകയാണ്. ആ വാർത്ത ഇതാണ്: ശൂന്യാകാശത്ത് ഒരു ഓണാഘോഷം നടന്നു. ആ ഓണാഘോഷത്തിനിടയിൽ ബലൂൺ പൊട്ടി 4 പേർക്ക് പരിക്കേറ്റു. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് ഒരാൾ റിപ്പോർട്ട് ചെയ്യണമല്ലോ അല്ലെ? സാരംഗേ വാ. സാരംഗ് ഇവിടെ ഇരുന്നു. അപ്പൊ സാരംഗിനെ കൃത്യം ഞാൻ വിട്ടിരുന്നോളാം. ഓക്കെ, അപ്പൊ സാരംഗ് അത് ലൈവ് റിപ്പോർട്ട് ചെയ്യണം. ആ മൈക്കൊന്ന് കൊടുത്തേ. വാർത്ത വായിക്കാൻ പോകുന്നത് ദിൽനയാണ്. ദിൽന ചോദ്യം ചോദിക്കും. ദിൽന ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് സാരംഗ് ഗംഭീരമായ മറുപടി പറയും. ഓക്കെ, റെഡി? ഓക്കെ, വാർത്ത എങ്ങനെ റെഡി അല്ലേ? ഇത് എൽദോ ചേട്ടന്റെ പണിയാണ്. ഓക്കെ, അതാണ് ക്യാമറ. യെസ്, നമസ്കാരം. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ്. ശൂന്യാകാശത്ത് ഓണപരിപാടി നടക്കുന്നതിനിടയിൽ 4 പേർക്ക് ബലൂൺ പൊട്ടി അപകടം ഉണ്ടായിരിക്കുകയാണ്. 4 പേരുടെയും നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ പ്രതിനിധി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ 4 പേരുടെയും നില എന്താണ്? കൂടുതൽ എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരം? തിരുവോണ നാളിൽ ഇന്ന് രാവിലെ തൊട്ടാണ് ബഹിരാകാശത്ത് വെച്ച് നമുക്ക് ഓണാഘോഷങ്ങൾ തുടങ്ങിയത്. അതിനിടയിലാണ് 3 പേര് ബലൂൺ പൊട്ടി താഴേക്ക് പതിച്ചത്. അതിൽ കൂടുതൽ പേർക്ക് പരിക്ക് പറ്റാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിലും അതിവിദഗ്ധമായിട്ട് അവർ രക്ഷപ്പെട്ടത് കൊണ്ടാണ് അത്രയും പേർക്ക് അതിൽ നിന്നും ദാരുണമായ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത്. പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. പോലീസ് ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടു. ഇടപെട്ടോട്ടെ, ഈ ബലൂൺ പൊട്ടി ശ്വാസം കിട്ടാതെയാണോ അവര് പരിക്കേറ്റത്? ശ്വാസം അതായത് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളൊക്കെ വീട്ടില് ബലൂൺ വീർപ്പിക്കുമ്പോ നമുക്കൊക്കെ ശ്വാസതടസ്സം എനിക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേണ്ട, നീ വാർത്ത വായിക്കണ്ട. ആസ്മയുള്ള കുട്ടിയാണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇവിടെ വാർത്ത വായിക്കുമ്പോൾ പ്രശ്നം. നോട്ടീസ് വേണ്ട. അല്ല സാറൊക്കെ ഇടക്കൊന്ന് അവനൊരു തബലിട്ടിരുന്നെങ്കിൽ അവൻ കൈയിട്ട് 2 കൂടി പൊട്ടിച്ചേനെ. അത്രയ്ക്ക് പറയാനുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ദിൽനയ്ക്കോ വാർത്ത വായിക്കുന്ന ഒരു ഫീൽ കിട്ടിയോ? ക്യാമറ തന്നെ നോക്കിയല്ലേ ചെയ്തു? ക്യാമറ തന്നെ നോക്കി. പക്ഷെ ഇത് ഇവിടെ ഈ ഹരി എന്താ പേര് കൂടെ ജോയിൻ ചെയ്ത ഒരാളുടെ പേര് പോലും അറിയില്ല. ഇല്ല, ഹരി ഇവിടെ കിടന്ന് നിങ്ങളെല്ലാരും ചിരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇനി കോമഡി ആയോ. അപ്പൊ അവനെ നോക്കിയപ്പോ അവൻ വിറയ്ക്കുന്നിരുന്നിട്ട്. അപ്പൊ ഞാൻ അവന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് ഇടപെട്ടതാ. പക്ഷെ അത് എനിക്ക് പണിയായി. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണല്ലോ ഈ ഇടപെടൽ. അത് ആങ്കറിങ്ങിന്റെ ഒരു നല്ല പാടാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളെ ഏറ്റവും ഭംഗിയെ നിർത്തുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഇവരുടെ വർത്തമാനങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ തിരികെ എത്താം. ഒരു ഇടവേള കൂടി.